അബദ്ധത്തിലെങ്ങാനും നാളെ UDF ജയിച്ചാൽ പിന്നെ കോൺഗ്രസിൻ്റെ കാര്യവും കട്ടപ്പുകയിലാവും. ഏറ്റവും അവസാനം മുസ്ലിം ലീഗ് ആ പാർട്ടി വിടേണ്ട അവസ്ഥയിലെത്തും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. UDFന് ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ കൂടുതൽ സജീവമാക്കി നേതാക്കൾ. മുതിർന്ന നേതാക്കളായ കെ സുധാകരനും PJ കുര്യനും പരസ്യമായി തന്നെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സീറ്റ് ചർച്ചയ്ക്കിടെ പരസ്യ പ്രതികരണം നടത്തിയ സുധാകരൻ തന്നെയാണ് മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. PJ കുര്യൻ കൂടി അഭിപ്രായം തുറന്നു പറഞ്ഞതോടെ രമേശ് ചെന്നിത്തലയും VD സതീശനും പ്രതികരണവുമായി രംഗത്ത് വന്നു. UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് മുൻ KPC പ്രസിഡന്റ് K സുധാകരനും രമേശ് ചെന്നിത്തലയെ ആണ് താൻ ശുപാർശ ചെയ്യുകയെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. സീനിയറായ പക്വതയുള്ള ആളാണ് രമേശ് ചെന്നിത്തലയെന്ന് സുധാകരൻ പറഞ്ഞു. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിനാണ് താൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് ശുപാർശ ചെയ്യുന്നതെന്ന് സുധാകരൻ വ്യക്തമാക്കിയത്. പിന്നാലെ PJ കുര്യനും തന്റെ നിലപാട് വ്യക്തമാക്കി. UDF അധികാരത്തിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പരസ്യമായി തന്നെ പറയുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. അതോടൊപ്പം തന്നെ ഇത് രണ്ടിനോടും പ്രതികരിച്ച് സതീശനും ചെന്നിത്തലയും രംഗത്ത് വന്നു. UDFന് ഭരണം ലഭിച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന മുതിർന്ന നേതാവ് PJ കുര്യന്റെ പരാമർശം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതൊക്കെ ഓരോ ആളുകൾ പറയുന്നതാണെന്നും ഒരു മുഖ്യമന്ത്രി ചർച്ചയും കോൺഗ്രസിലില്ലെന്നും സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് പരാജയത്തിന്റെ കപട ആത്മവിശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിലെ സ്വന്തം കണ്ണിലെ കരടെടുക്കാതെയാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും പിണറായി വിജയന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവർ മൂന്ന് പേരും KC വേണുഗോപാൽ ആവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, അതോടൊപ്പം തന്നെ VD സതീശനാവട്ടെ, ഇവർ മൂന്ന് പേരും കൂടി അധികാര കസേരയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കേരളമൊട്ടാകെ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമുക്ക് നാടകം കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കോൺഗ്രസിന് ഇപ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കാനുള്ള ഭാഗ്യമേ ഉണ്ടാവുകയുള്ളൂ. ഇവർ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ശരിക്കും തപ്പേണ്ടത്. അടുത്തത് ആരാകും പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിലാണ് ഇവർ മൂന്ന് പേരും കൂടിയിരുന്ന് ചർച്ച നടത്തേണ്ടത് എന്നുള്ളതാണ് ഒരു പൗരൻ എന്ന നിലയിലെ വിലയിരുത്തൽ.